വന്ദേമാതരം ആലാപന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വർഗീയത വളർത്താനാണെന്ന് ആരോപണവുമായി ജോസ് കെ മാണി എം.പി. വികസന മുന്നേറ്റ മധ്യമേഖല ജാഥയുടെ ഭാഗമായി പെരുമ്പാവൂരിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ജോസ് കെ മാണിയുടെ ആരോപണം. മതേതരത്വം തകർത്ത് വർഗീയത വളർത്തുവാൻ ദേശീയ അടയാളങ്ങളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാനും LDF മധ്യമേഖലാ ജാഥ ക്യാപ്റ്റനുമായ ജോസ് കെ മാണി പെരുമ്പാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വന്ദേമാതരം ആലാപന നിർദ്ദേശം ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. മതപരമായ എതിർപ്പുകൾ കണക്കിലെടുത്ത് പതിറ്റാണ്ടുകളായി ഒഴിവാക്കി നിർത്തിയിരുന്ന ഭാഗം കൂടി പാടണമെന്ന്, അത് നമ്മളെ വന്ദേമാതരം ആ ദേശീയ ഗീതത്തിൽ പാടണമെന്ന വ്യവസ്ഥ ഈ നമ്മുടെ മതേതരത്വം തകർക്കുവാനും വർഗീയതയെ ഇളക്കിവിടുവാനും ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഈ പറയുന്ന ഒരു ധ്രുവീകരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗീയത, അത് നമ്മുടെ ചില സമുദായങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭജനം കൊണ്ടുവരിക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ UDF നേതൃത്വം കൈക്കൊണ്ട നിലപാടുകൾക്കെതിരെയും ജോസ് കെ മാണി വിമർശനം ഉന്നയിച്ചു. നമ്മൾ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് നമ്മൾ പ്രഖ്യാപിച്ചു. ആ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചിന്ന് തീരുമാനമെടുത്തതാണ്. പക്ഷെ ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ നടന്നത് ഇതിനോട് യോജിക്കാൻ UDF-ന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. അതൊരു ഇരട്ടത്താപ്പായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 16-ാം തീയതിക്ക് ശേഷം മാത്രം മറുപടി എന്നായിരുന്നു ജോസ് കെ മാണിയുടെ ഉത്തരം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.